ന്യൂസിലൻഡിനെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യ ആവേശകരമായ വിജയം നേടിയെങ്കിലും ടീം മാനേജ്മെന്റിനുള്ളിൽ എല്ലാം ശുഭകരമല്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും മുൻ നായകൻ രോഹിത് ശർമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വഡോദര ഏകദിനത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ നിന്നുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂടിയിരിക്കുകയാണ്. ഗൗതം ഗംഭീറിനോടും ബാറ്റിംഗ് കോച്ച് സീതാൻഷു കോട്ടക്കിനോടും രോഹിത് ശർമ്മ അതൃപ്തിയോടെ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ചർച്ചയാകുന്നത്. മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗൗതം ഗംഭീർ, ബാറ്റിംഗ് കോച്ച് സീതാൻഷു കോട്ടക്, ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ് എന്നിവർക്കൊപ്പം രോഹിത് ശർമ്മ നിൽക്കുന്നത് കാണാം. എന്നാൽ ഇതൊരു സൗഹൃദ സംഭാഷണമാണെന്ന് തോന്നിപ്പിക്കുന്നില്ല. രോഹിത്തിന്റെ മുഖഭാവം അത്ര തെളിഞ്ഞതല്ല. ഗംഭീറും കോട്ടക്കുമായി സംസാരിക്കുമ്പോൾ രോഹിത് ഇടയ്ക്കിടെ നിഷേധാത്മകമായി തലയാട്ടുന്നതും അതൃപ്തി പ്രകടിപ്പിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. കാണികളിൽ ആരോ മൊബൈലിൽ പകർത്തിയ ഈ ദൃശ്യങ്ങളിൽ ശബ്ദമില്ലാത്തതിനാൽ കൃത്യമായി എന്താണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും ഗൗരവകരമായ എന്തോ വിഷയത്തിൽ തർക്കം നടക്കുന്നുണ്ടെന്ന് ശരീരഭാഷയിൽ നിന്ന് വായിച്ചെടുക്കാം. ഈ തർക്കത്തിന് പിന്നിലെ പ്രധാന കാരണം വാഷിംഗ്ടൺ സുന്ദറിന്റെ പരിക്കാണെന്നാണ് സൂചന. ബൌളിംഗിനിടെ പരിക്കേറ്റ് നടക്കാൻ പോലും പ്രയാസപ്പെട്ട സുന്ദറിനെ ബാറ്റിംഗിനായി ക്രീസിലേക്ക് അയച്ച ടീം മാനേജ്മെന്റിന്റെ തീരുമാനം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ റിസ്ക് എടുത്തതുകൊണ്ടാണ് സുന്ദറിന്റെ പരിക്ക് വഷളായതെന്നും പരമ്പരയിലെ ശേഷിച്ച മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം പുറത്താകാൻ കാരണമായതെന്നും വിലയിരുത്തപ്പെടുന്നു. സ്വന്തം ടീം അംഗങ്ങളെ എക്കാലത്തും സംരക്ഷിച്ചു നിർത്തുന്ന സ്വഭാവമാണ് രോഹിത് ശർമ്മയുടേത്. പരിക്കേറ്റൊരു താരത്തെ നിർണായകമല്ലാത്ത ഘട്ടത്തിൽ പോലും ബാറ്റ് ചെയ്യിപ്പിച്ച് കരിയർ അപകടത്തിലാക്കിയ കോച്ചിന്റെയും മാനേജ്മെന്റിന്റെയും തീരുമാനത്തെ രോഹിത് ചോദ്യം ചെയ്തതാകാം ആ വീഡിയോയിൽ കാണുന്നത്. മുൻ താരം മുഹമ്മദ് കൈഫ് ഉൾപ്പെടെയുള്ളവർ ഗംഭീറിന്റെ ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. നായക സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ അതൃപ്തി. ഓസ്ട്രേലിയൻ പര്യടനത്തിന് തൊട്ടുമുമ്പാണ് രോഹിത് ശർമ്മയെ ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്ന് നീക്കി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചത്. 2027 ലോകകപ്പ് മുന്നിൽ കണ്ടാണ് ഈ മാറ്റമെന്ന് BCCI പറയുമ്പോഴും തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാപ്റ്റനെ മാറ്റിയത് രോഹിത്തിനും ഗംഭീറിനുമിടയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ അല്ലെങ്കിലും ടീമിലെ മുതിർന്ന താരമെന്ന നിലയിൽ രോഹിത് കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. എന്നാൽ ഗംഭീറിന്റെ പല തീരുമാനങ്ങളും രോഹിത്തിന് ദഹിക്കുന്നില്ലെന്നതാണ് വാസ്തവം. സുന്ദറിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ. പരിക്ക് വഷളായതോടെ വാഷിംഗ്ടൺ സുന്ദർ ന്യൂസിലാൻഡ് പരമ്പരയിൽ നിന്ന് പൂർണ്ണമായും പുറത്തായി. ജനുവരി 21 ആരംഭിക്കുന്ന T20 പരമ്പരയിലും അദ്ദേഹം കളിക്കുമോ എന്ന കാര്യം സംശയമാണ്. ഒരു മത്സരം ജയിക്കാൻ വേണ്ടി ഒരു താരത്തിന്റെ ഫിറ്റ്നസ് വെച്ച് പന്താടിയ ഗംഭീറിന്റെ തന്ത്രം പിഴച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനെതിരെ രോഹിത് ശബ്ദമുയർത്തിയെങ്കിൽ അത് ടീമിലെ മറ്റ് താരങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല.